നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നത് നമ്മുടെ പാസ്വേഡ് മാനേജർ എന്നുള്ളൊരു സെറ്റിങ്സ് നമ്മുടെ ഗൂഗിളുണ്ട്. നമുക്കൊക്കെ അറിയാൻ സാധിക്കും, നമ്മളൊക്കെ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കാറുണ്ട്. പലപ്പോഴും പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിളിൻ്റെ സെറ്റിങ്സിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് എടുത്ത് അതിൽ പാസ്വേഡ് മാനേജർ എന്നുള്ളിടത്ത് പോയാൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. അതിനകത്ത് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾ ഗൂഗിളിൽ നിന്നും പാസ്വേഡ് മാനേജറിലൂടെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നത് ഇങ്ങനെ നമ്മൾ പാസ്വേഡ് മാനേജറിൽ നമ്മുടെ പാസ്വേഡ് ഉണ്ടായിരിക്കെ നമുക്ക് ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പാസ്വേഡ് അവിടെ വരികയും നമുക്ക് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും. നമ്മൾ ഒരു ബാങ്ക് കാർഡ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും അത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ്, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഓരോന്നിൻ്റെയും കാർഡ് ഡീറ്റെയിൽസ് അടിക്കാതെ അത് ഓൾറെഡി നമ്മുടെ ഫോണിൽ സേവ് ആയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് അങ്ങ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഈ സൗകര്യം നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിക്കുന്ന ആൾക്ക് അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം. പക്ഷേ ഇതിന് സെക്യൂരിറ്റി കുറവാണ്. കാരണം നമ്മളെല്ലാവരും ഇത്തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഉപയോഗിച്ചോ മൊബൈൽ ഉപയോഗിച്ചോ പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാസ്വേഡിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമുക്കത് സെക്യൂർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സെറ്റിങ്സ് നോക്കാം. അതുപോലെ തന്നെ മറ്റൊരു പ്ലേ സ്റ്റോറിനകത്തുള്ളൊരു സെറ്റിങ്സും. ഇങ്ങനെ രണ്ട് സെറ്റിങ്സാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പാസ്വേഡ് മാനേജർ എങ്ങനെ സെക്യൂർ ചെയ്യാമെന്നുള്ളത് കാണിച്ചുതരാം. നമ്മൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഇവിടെ താഴെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങളുടെ ഫോണിലൊക്കെ ഉണ്ടാവും മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഗൂഗിൾ എന്നുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ നമുക്ക് ഓൾ സർവീസ് എന്ന് വലതു ഭാഗത്ത് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളതാ ഈ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ എന്നുള്ളത് ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഗൂഗിൾ പാസ്വേഡ് മാനേജർ എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ പാസ്വേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് ഗൂഗിൾ പേ ഉണ്ട്. നമ്മൾ ഗൂഗിൾ പേ പേയ്മെൻറ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു സെറ്റിങ്സ് കാണാൻ സാധിക്കും. ഈ പ്രിഫറൻസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. നിങ്ങളുടെ സ്ക്രീൻ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ നമ്പർ ലോക്കോ ഒക്കെ ഇട്ട് നിങ്ങൾ പിൻ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് ചോദിക്കും. ഇവിടെ നിങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ 3 സെറ്റിങ്സ് നിങ്ങൾ ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത് എനേബിൾ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ സാധിക്കും. ഓതൻറ്റിക്കേറ്റ് വിത്ത് സ്ക്രീൻ ലോക്ക് യുവർ ബയോമെട്രിക്. നമുക്ക് നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേയോ നിങ്ങളുടെ ബാങ്ക് പേയ്മെൻറ്റുകളോ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ലോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്കോ കിട്ടാതെ ഒരാൾക്കും നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിക്കാനോ നിങ്ങളുടെ ഗൂഗിൾ പേ ഉപയോഗിക്കാനോ ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിക്കാനോ സാധിക്കില്ല. മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് ഡീറ്റെയിൽസ് ഒന്നും ഒരാൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളുടെ അറിവോടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ പിൻ നമ്പറോ കിട്ടാതെ ആർക്കും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് ഇതിനകത്തുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള സെറ്റിങ്സാണ്. എനേബിൾ ചെയ്ത് വെക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ സെറ്റിങ്സ് പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോറിനകത്താണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ ആപ്പുകൾ സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. ആപ്പുകൾ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും താഴെ ഭാഗത്ത് ഇതാ ഈ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് എന്നിട്ട് മുകളിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആപ്പുകൾ സെർച്ച് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിനകത്തുള്ള ടിപ്സ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് താഴെ ഭാഗത്തുള്ള ഈ സെർച്ച് ബട്ടണിൽ നമ്മൾ 2 തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് എത്തും. ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഡബിൾ ടാപ്പ് ചെയ്യാണ്. അപ്പോൾ നേരെ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എത്തി. സാധാരണ നമുക്ക് ഇവിടെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം ഏറ്റവും മുകളിൽ സെർച്ച് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്പുകൾ സെർച്ച് ചെയ്യാൻ. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഡബിൾ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നേരെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള 2 ടിപ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.